സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ട് ഇസ്ലാമിൽ അല്ലേ? ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ? മഗ്രിബ് ഇശയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ? ഉദയം വരെ കിടന്നുറങ്ങരുത്. ഇങ്ങനെ കുറേ സമയങ്ങൾ പറയുന്നത്. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ? ഇതെല്ലാം സയൻറ്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച സംഗതികൾ ആണ് ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ് എന്ന് അടിവരയിട്ട് പറയുന്നത്. നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകളെല്ലാം അത്രയും സയൻറ്റിഫിക്കാണ്. ഇപ്പം നമ്മൾ ഈ സുബഹി നമസ്കാരത്തിന് ശേഷം സുബഹി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുൻപ് നീക്കാം എന്ന് പറയുന്നുണ്ട് അല്ലേ? തെഹജ്ജുദിൻ്റെ ഒരു സമയം എപ്പോഴാണ് പറയുന്നത്? തെഹജ്ജുദിൻ്റെ സമയം സുബഹിക്ക് മുൻപ് ഒരു 4 മണി മുതൽ അല്ലേ? ഈ 4 മണിക്ക് വരെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. എന്താ 4 മണിയുടെ പ്രത്യേകത? ശാസ്ത്രീയമായിട്ട് പറയുന്നത് നമ്മളിത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചതുമാണ് ആചരിക്കുന്നതുമാണ് അല്ലേ? തെഹജ്ജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ 4 മണി സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവയവം ഹാർട്ടാണ്. ഹാർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിൻ്റെ ഹെൽത്ത് ഏറ്റവും വലിയ